വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാന ചരിത്രത്തിന്റെ അടരുകളിലൊന്നാണ് ഇവിടുത്തെ ജനകീയ നാടക പ്രസ്ഥാനത്തിന്റെ ചരിത്രവും. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ ഒരർത്ഥത്തിൽ കേരളീയ സമൂഹത്തിന്റെ പൊതുബോധത്തെ ഇളക്കി പ്രതിഷ്ഠിച്ച ഒരു മഹാനാടകമായിരുന്നുവല്ലോ. തുല്യതയുടെയും സാമൂഹ്യനീതിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആശയാവലികളിലേക്ക് ജനതയെ ഉന്നിദ്രമാക്കുക എന്ന ദൗത്യം തന്നെയായിരുന്നു ഈ വഴിയിൽ ഉയർക്കൊണ്ട പിൽക്കാല നാടകങ്ങളും നിർവഹിച്ചത്. വിഡിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കെ ദാമോദരന്റെ പാട്ടബാക്കി, ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി, തോപ്പിൽ ഭാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയ KPAC നാടകങ്ങൾ ഇവയൊക്കെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഇടമെന്ന നിലയിൽ അരങ്ങിനെ കണ്ടെത്തുകയായിരുന്നുവല്ലോ. സാംസ്കാരിക വേദിയുടെ പടയണിയും സംഘടനയുമായി സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു ലക്ഷ്യം ഞമനയാട് തിയേറ്റർ വില്ലേജിനുണ്ട്. മറ്റൊന്ന് ഈ പ്രായാധിക്യം. എൻ്റെ പ്രായം ഇങ്ങനെ കൂടി വരികയാണല്ലോ. പ്രായം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന അലസത, അതിനൊരു വിരാമം ഇതിൽ സജീവമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, തിയേറ്റർ വില്ലേജിൻ്റെ ഏത് പരസ്യങ്ങളും ഫ്ലക്സ് ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ എഴുതുന്ന ഒരു പരിപാടി, അതൊരു തീരുമാനമാക്കി എടുക്കുകയും അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ എത്ര വലിയ ജോലിയും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യം ഈ പ്രവർത്തനത്തിൽ എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഭവമാണ്. ഞാനിവിടെ എത്തുന്നതിന് മുന്നേ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. രാവിലെ മുതലേ വൈകുന്നേരം വരെ ഒഴിവു സമയങ്ങളും അതുപോലെ സുഹൃത്ത് ബന്ധങ്ങളുമൊക്കെ മദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, മദ്യപാന സദസ്സുകളിൽ സമയം ചെലവഴിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെ ജീവിതചര്യ. എൻ്റെ ഈ മദ്യപാനം മൂലം നാരായണേട്ടനോട് ഇത്തരമൊരു പുനർജനി എന്നൊരു ഡി-അഡിക്ഷൻ സെൻ്ററിനെ കുറിച്ച് പറയുന്നു. അവിടെ നിന്ന് പോകാനുള്ളൊരു സന്മനസ് കാണിക്കുകയെന്ന് പിന്നീട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതുവരെ പുനർജനിയിൽ ഞാൻ പലവട്ടം പുനർജനിയെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഒരു ഡി-അഡിക്ഷൻ സെൻ്ററിൽ പോയിരുന്ന് മദ്യപാനശീലം ഒഴിവാക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല. നേരെ ഞാൻ ഇതൊരു മറ്റുള്ളവർക്ക്, നമ്മുടെ മദ്യപാനശീലം മറ്റുള്ളവർക്കൊരു ബുദ്ധിമാണ്. എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് ഞാൻ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന നാടക ട്രൂപ്പുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ഞാൻ സ്വയം തീരുമാനമെടുത്താണ് പുനർജനിയിലെത്തിയത്. സിസ്റ്റർ, ദൈവനാമത്തിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് പഴയ കാലത്ത് ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ തങ്ങി നിൽക്കുന്ന അത്തരം നല്ല കമ്മ്യൂണിസ്റ്റുകാരിൽപ്പെട്ട ഒരാളായിട്ടാണ് എനിക്ക് ആദ്യം തന്നെ തോന്നിയത്. കാരണം വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിതം, കാര്യങ്ങൾ പറയുന്നൊരു സത്യസന്ധത, ആത്മാർത്ഥത ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇപ്പോൾ അന്യം നിന്ന് പോയിട്ടുള്ള ഒരു ജീവി ഗണമാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒരാളെ പരിചയപ്പെടാൻ പറ്റിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ചും നാരായണേട്ടനോട് ആ തരത്തിലൊരു വലിയ അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നിയിട്ടുണ്ട്. നിലനിൽക്കുക എന്നുള്ളത് ഒരു പീഡനമായി തീരും. അത് പീഡനം എന്ന നിലക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും മാനുഷിക മൂല്യങ്ങളുള്ള ഒരാളാണ്. എനിക്ക് സമൂഹത്തിനോട് ഒന്നേ പറയാനുള്ളൂ, വിപ്ലവം ജയിക്കട്ടെ. ഇൻക്വിലാബ് സിന്ദാബാദ്.